ഒരുപാട് പ്രതീക്ഷ കൊടുക്കാതെ ഉണ്ടാക്കി ഞെട്ടിപ്പോയ ഒരു റെസിപ്പിയാണ് ഇന്ന്. പെരുന്നാളിനും സൽക്കാരത്തിനും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. പുറത്ത് നല്ല എക്സ്പെൻസീവായിട്ട് വാങ്ങിക്കുന്ന ഈ ഒരു ഡിഷ് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഒരു കൊറിയൻ മാംഗോ റാപ്പ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനുവേണ്ടി മിക്സിഡ് ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളുടെ അളവെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കി ചെയ്യാട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര, കുറഞ്ഞ അളവിൽ പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മാങ്ങ ചെറിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് കളറിന് വേണ്ടിയിട്ടാണ്. സാധാരണ കളറാണ്, ഫുഡ് കളറാണ് ചേർക്കുക. ഞാൻ ഇതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് ഒരു നുള്ളു ഉപ്പും വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ബാറ്റർ അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ ആയിരിക്കണം കേട്ടോ അരഞ്ഞു കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഈ ബാറ്റർ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം പോലെയുള്ളൊരു ബാറ്റർ ആയിരിക്കണം. എന്താ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോഴായിരിക്കും നമ്മുടെ ആ റാപ്പ് നല്ല നൈസായിട്ടുള്ള റാപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മിക്സി കഴുകിയിട്ട് ഒരു 1/4 കപ്പും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ ഈ ഒരു മാവ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാലാണ് നമുക്ക് ആ റാപ്പ് നല്ല തിന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ മാവ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ റാപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വിട്ട് കിട്ടുന്ന ടൈപ്പ് നല്ല നോൺ സ്റ്റിക്ക് പാൻ വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ നമ്മളൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം 2 തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വളരെ നൈസായിട്ടുള്ള റാപ്പാണ് നമുക്കിതിന് വേണ്ടത്. അപ്പം നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പാന് ഒരുപാട് ചൂടാവാൻ പാടില്ല. ഒരുപാട് ചൂടുള്ള ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ നമുക്കറിയാം നല്ല ഹോൾസ് വന്നു പോകുമല്ലോ. അങ്ങനെ ഹോൾസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല, ഇതിൽ ഫില്ലിങ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ കാണിച്ചു തരാം, വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു അപ്പത്തിന് കുറച്ച് ഹോൾസ് വന്നു പോയിട്ടുണ്ട്, കണ്ടില്ല, ചെറുതായിട്ട് ഹോൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ 2 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ചെയ്തപ്പം പാന് കറക്റ്റ് ചൂടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റാപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ റാപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വേണം. അതായത് കണ്ടോ, ഹോൾസ് ഒന്നും ഇല്ല, നല്ല സ്മൂത്തായിട്ടൊരു റാപ്പ്. ഇതുപോലെയാണ് കേട്ടോ നമ്മളെ റാപ്പ് ഉണ്ടായിരിക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരളവിൽ നിന്ന് എനിക്ക് 5 റാപ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ബാറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടതെന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കിയ റാപ്പ് ഉണ്ടല്ലോ, അത് ചൂടാറണം കേട്ടോ, നന്നായിട്ട് ചൂടാറണം. അതിനുശേഷമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം മെൽറ്റ് ആയിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് പ്രോപ്പറായിട്ട് ഇത് റാപ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ പുറത്തിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. അപ്പോൾ നമ്മൾ ഏത് മാങ്ങയാണോ എടുക്കുന്നത് ആ മാങ്ങേൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ റാപ്പിന് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങ ഇതിനെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല മാങ്ങയായിരുന്നു. അതുകൊണ്ട് ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു റാപ്പായിരുന്നു. ഇനി ഇത് നമ്മൾ റാപ്പ് ചെയ്തെടുക്കണം, അതായത് ഇങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പോൾ അതിന് ഈ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിലാണ് ഇത് ചുറ്റിച്ചെടുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം നല്ല ക്രീം ഫില്ലിങ് വേണം. നിങ്ങളിത് കഴിക്കുമ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും കുറേ ക്രീം ഉണ്ടല്ലോ, ഭയങ്കര ക്രീമിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ആ റാപ്പും ക്രീമും മാങ്ങയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, വായിൽ അലിഞ്ഞു പോകും. അപ്പോൾ ഇനി ഞാൻ അടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. ഞാനിപ്പോൾ റാപ്പ് ചെയ്തതിൻ്റെ ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസ് ഉള്ളതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാക്ക് കൂടെ ഇങ്ങനെ വൈറ്റ് ആ ഹോൾസ് ഇല്ല, അതിനകത്തൂടെ ഇങ്ങനെ നമ്മുടെ ക്രീം ഇങ്ങനെ പുറത്തോട്ട് വരും. അങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഹോൾസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിഭാഗം ഉണ്ടാവില്ലേ, മാവ് ചുറ്റിച്ച സമയത്തിൽ അടിഭാഗം മുകളിലായിട്ട് വേണം, ആ ഭാഗത്ത് വേണം കേട്ടോ നമ്മളിത് ഫില്ല് ചെയ്യാൻ. കണ്ടോ, ഞാനിപ്പോൾ ഫില്ല് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു കളറുള്ള ഭാഗത്ത് വേണം നമ്മൾ മാങ്ങൻ്റെ വിപ്പിംഗ് ക്രീം വെക്കാനും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ റാപ്പ് ചെയ്ത് വരുമ്പോൾ ആ കറക്റ്റ് നല്ല മഞ്ഞ കളറ് പുറമേ ഉണ്ടാവും.
അങ്ങനെ വേണം കേട്ടോ ഇത് റാപ്പ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ആ ഭംഗിയിൽ കിട്ടുക. കണ്ടില്ലേ? അപ്പോൾ ആ രണ്ട് സൈഡിലും കറക്റ്റ് കളർ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ റാപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിത് റാപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മൾ 1-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ നല്ലോണം തണുപ്പിക്കുക. തണുപ്പിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ 2ആയിട്ട് മുറിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. ആ മാങ്ങ ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, വായിൽ അലിഞ്ഞു പോകും കേട്ടോ. ഇത് നല്ലൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഞാൻ ഇത്രയും ടേസ്റ്റൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ കണ്ടുമുട്ടാം. അതിലേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.